മൂസക്ക നേരത്തെ കച്ചവടം കഴിഞ്ഞോ? ആ കഴിഞ്ഞു. ഇന്ന് നമ്മളെ നെരോത്ത് പറമ്പിലെ സജീഷ് മുയിമ മീനും വാങ്ങി. എന്റെ മൂസക്ക ഓന്റെ പെരയില് പിരുന്നാര ബഹളാണ്. ഭാര്യ വീട്ടിൽ അളിയനും അമ്മായിമ്മയും അമ്മായച്ചനും മക്കളും എല്ലാം കൂടി ഇങ്ങോട്ട് പോന്നിക്കണം. ഓന്റെ പടിക്കലെത്തിയപ്പോഴേക്ക് നമ്മളെ മീൻ അങ്ങോട്ട് തീർന്നു. ഓന്റെ പണി തീരാനായിണ്ടോ അല്ലേ മൂസക്ക? ആ ഓനാകെ പെട്ടുത്തിരിക്കുക. ഓപ്പം നല്ലൊരു പൈസ ബിരുന്നാർക്ക് വേണ്ടി ചെലവഴിക്കണം. ഇത്തോതിൽ പോയാല് ബിരുന്നാരെ സൽക്കരിക്കാൻ സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കേണ്ടി വരുന്ന ഓൻ പറയണത്. ഇങ്ങനെ ഓരോ വിരുന്നാര് വന്നല്ലേ ആരാണെങ്കിലും പെട്ടുപോകും. ഈ വിരുന്ന് വരുന്നവനൊരു ബോധം വേണ്ടേ? വല്ലോന്റെ പെരെ കയറി തിന്നുറങ്ങി ഒരു പണിയും ചെയ്യേണ്ട സൂചിച്ചു ഉത്തിരിക്കാലോ. ബന്ധുക്കാരല്ലേ, ഇറങ്ങി പോകാനും പറയാൻ പറ്റൂലല്ലോ. നമ്മൾ തിരിച്ച് അവർക്കൊരു പണി കൊടുക്കണം. ഓരോ പൊരലും പോയിട്ട് തിന്ന് മുടിപ്പിച്ചുകൊണ്ട് പോന്നാണോ? ഇതൊക്കെ അന്തസ്സുള്ളവർക്ക് ചേർന്ന പണിയാണോ സുന്ദര? പണ്ട് എന്റെ പോരല്ലേ ഇതുപോലെ ഒരു ബന്ധുക്കാരനും ഭാര്യയും വന്നു കൂടിയതാ. വന്നിട്ട് 4 ദിവസം കഴിഞ്ഞിട്ട് അവര് പോകുന്നില്ല. അവസാനം ഒരു തരത്തില് ഞാൻ അവരെ പറഞ്ഞയച്ചു. എങ്ങനെ? ഞാനൊരു ദിവസം വെള്ളടിച്ചു വന്നിട്ട് ബന്ധുക്കാരനും ഭാര്യനും പച്ച തെറിയോണ്ട് വിളിച്ചു ആള് പിറ്റേ സ്ഥലം വിട്ടു. അപ്പൊ എനിക്ക് ബന്ധുക്കാരെ പറഞ്ഞു വിടാൻ കള്ളുടിക്കേണ്ടി വന്നില്ലേ? ഏയ് കള്ളൊന്നും കുടിച്ചില്ലാന്ന്. പിന്നെ കള്ള് കുടിച്ച മാതിരി അവൻ അഭിനയിച്ച് ബന്ധുവിന്റെ തന്തയ്ക്കും തള്ളയ്ക്കും വരെ വിളിച്ച് വെള്ളടിച്ച് നമുക്ക് എന്തും വിളിച്ച് പറയാലോ. അന്റെ ബുദ്ധി അപാരാട്ടോ. അനക്ക് സുന്ദർ നല്ല പേരിടണ്ടേ. ഈ ബന്ധു പിന്നെ എന്റെ ഇളയ പെങ്ങളെ കല്യാണം വരെ വിളിച്ചിട്ട് വന്നില്ല. ഓ അപ്പൊ അത്രക്ക് വലിയ പെർഫോമൻസ് തന്നെയില്ലേ? ഇനി അല്ലാണ്ട് നയ്യൊരു സോഡ കെടുക്ക്. പഠിച്ചോനെ ഇമ്മാരി ബന്ധുക്കളൊന്നും ഞമ്മടെ പനിയിലേക്ക് പറഞ്ഞു വിടില്ലേ? എടേ പഠിച്ചോനെ ഇജ്ജ് വീണ്ടും പണി തന്നല്ലോ. പാത്തോ ഒരു ഗിഫ്റ്റ് ഇതാ വരുന്ന. അതാ വരുന്ന ഗിഫ്റ്റ് 2 കാൽമേല്. ഇത് 1, 1.5, 2.25 ഗിഫ്റ്റ് ആയി പോയല്ലോ. എന്താണ് മൂസ ഇങ്ങനെ മീച്ചു നോക്കുന്നത്? അന്നോട് കൂടിയാ പാത്തു ചോദിച്ചേ. നിങ്ങളെന്താ രണ്ടാളും ഞമ്മളെ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്, കൊണ്ടിട്ടുണ്ട്. എന്ത് പെരേൽ ഇങ്ങനെ കുത്തിരിക്കുമ്പോഴാ ഓർത്തത് അന്നെ കണ്ടിട്ട് കൊറേ നാളായല്ലോ. 2 ആഴ്ച മുമ്പല്ലേ 4-5 ദിവസം ഇവിടെ നിന്ന് പോയത്? 2 ആഴ്ച ആയില്ലേ? ഞമ്മള് പെരേൽ ഇരുന്നപ്പോഴാ നല്ല മീൻകറിയും കൂട്ടി ഏടുന്നാ ചോറുണ്ണാന്ന് നിരീക്ഷേ. പിന്നൊന്നും ആലോചിച്ചില്ല, നേരെ ഇങ്ങോട്ട് പോന്നു. നന്നായി. പാത്തു അരി ഇട്ടില്ലെങ്കിൽ ഇച്ചിരി കൂടുതൽ ഇട്ടോ, അല്ല ഇട്ട് കഴിഞ്ഞാണെങ്കിൽ സൂചി ഇട്ടോ. ആ മീനെന്താള്ളേ? അയിലുണ്ട്. ഓ അയിലേ മത്തിയും കൂട്ടി നാവും അടുത്ത് ജില്ലേ ശാക്കൂറുണ്ടെങ്കിൽ വർക്കം കുറച്ച് ഔലിയും. നീലത്തിമിങ്കലമാണോ നൈസായിട്ട് ഇങ്ങനെ അരിഞ്ഞു പൊരിക്കാന്? കിട്ടുമെങ്കിൽ ഈ മായിക്കോ. ആ പറയൂ മൂസേ, എത്ര നാളായി കണ്ടിട്ട്? 2 ആഴ്ചയല്ലേ ആയുള്ളൂ. 2 ആഴ്ച ആണെങ്കിലും എനിക്കത് 2 വർഷം പോലെയാ. എന്താ ബായും പൊളിച്ച് നോക്കിക്കുന്നത്? വേഗം അടുക്കളയിലോട്ട് ചെല്ല്. ചോറ് തിന്നാൻ ഇനി അധികം സമയമില്ല. പിന്നെ എങ്ങനെ പോന്നു മൂസ എന്റെ കച്ചവടമൊക്കെ? ഇങ്ങനെ പോയാല് അധികം താമസിക്കാണ്ട് കച്ചവടം പൊട്ടേണ്ടി വരും. അല്ല പറഞ്ഞേ ഉള്ളൂ. കഷ്ടിച്ച് ജീവിച്ച് പോവാൻ തന്നെ വലിയ ചെലവല്ലേ? അതെ 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 അതെ. നമ്മൾ ഇവിടം വരെ വരാൻ തന്നെ വണ്ടിക്കൂലി തന്നെ എത്ര അധിക. നിങ്ങക്ക് പെരയിലെങ്ങനെ കുത്തിരുന്ന പോരെ? എന്തിനാ വലിയ വണ്ടിക്കൂലിയും കൊടുത്ത് വയസ്സുകാലത്ത് ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യണത്? ഒരേ കുത്തിന് അന്നെ കാണുവാൻ പറ്റുമോ? നിങ്ങളെന്റെ മയ്യത്ത് കണ്ടിട്ട് അടങ്ങുള്ളൂല്ലേ? എന്തേറ്റ്? ഒന്നുമില്ല, അകത്ത് പോയിട്ട് കുപ്പായം മാറാൻ പറഞ്ഞതാ. മാറാൻ ഇഷ്ടം പോലെ സമയല്ലേ? അപ്പൊ 1-2 ദിവസം ഇവിടെ തന്നെ ഉണ്ടാവൂല്ലേ? 1-2 അന്റെ അടുത്ത് വന്നിട്ട് ഒരാഴ്ച തങ്ങിയില്ലെങ്കിൽ അനക്കൊരു വിഷമാവൂലേ മൂസേ? ഞമ്മളെ വിഷമം നിങ്ങൾ കാര്യാക്കണ്ട. എന്നാലും അത് അങ്ങനല്ല. അന്റെ മനസ്സ് വേദനിക്കുന്നു, എനിക്ക് സഹിക്കൂല മൂസ. ചിലപ്പോക്കെ എനിക്കും വല്ലാണ്ട് സഹിക്കാൻ പറ്റാണ്ടൊക്കെ വിരലുണ്ട് പോക്കെടുക്കാം. നിങ്ങൾ പോയി കുപ്പായം മാറിക്കൊള്ളി. എന്നാ ആയിക്കോട്ടെ. ചോറെടുത്തുവിടുകളെ. 2 മാസത്തെ ബഡ്ജറ്റ് അങ്ങോട്ട് പോയി കിട്ടി. ഓരോ മാരണങ്ങൾ വന്ന് കേറിക്കോളൂ. മാലിനിയുടെ തീരങ്ങൾ തൊഴുകി വരും. ഓ പടച്ചോനെ, ഈ ആയിട്ട് ഇതിപ്പോ വന്ന് ഇനി കട്ടിക്കിടന്ന് എനിക്ക് ഉറങ്ങാന്നുള്ള വിചാരം വേണ്ട. നിലത്ത് കിടന്ന് ഇനി ഉറങ്ങാനും പറ്റില്ല. JCB സ്റ്റാർട്ട് ചെയ്ത മാതിരിയല്ലേ കൂർക്കം വരി. പണ്ടാര കാല ഉമ്മച്ചിയെ
ഉമ്മച്ചേ ഇയാള് കുയിലോട്ട് എടുത്തില്ലേന്ന്? എങ്ങനെയും പോക്കർക്കാനെ പറഞ്ഞു വിട്ടില്ലേ ആകെ പ്രശ്ന. 4 ആൾക്ക് തിന്നാനുള്ള ചോറും മീനും തിന്നിട്ടാണ് ഇപ്പൊ പോയി കിടന്നുറങ്ങണതേ. ഇനിയിപ്പോ ഉണർന്നാ തുടങ്ങും. അപ്പോ പുരാണ വീരസാഹസ കഥകള്. എങ്ങനെയല്ലേ ഈ സാധനത്തിന് ഉടനെ പുറത്താക്കണം. ദാ അടുക്കളയിൽ ഒരാഴ്ചത്തേക്ക് വാങ്ങിയ സാധനങ്ങൾ മുഴുവൻ തീർന്നിക്കണു കേട്ടോ. എന്റെ പഠിച്ചോനെ, ആ പലചരക്ക് കടയിൽ പറ്റാണെങ്കിൽ ഇതുവരെ കൊടുത്തു തീർത്തിട്ടില്ല. പോക്കറ്റ് ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും നമ്മളെ അവസ്ഥ കൂടുതൽ വശലാവുന്നാണ് നമുക്ക് തോന്നുന്നത്. എന്റെ കട്ടിൽ പോയി കിട്ടി, ഞാൻ ഹാപ്പിയായി. എന്റെ കട്ടിലല്ലേ പോയിട്ടുള്ളൂ. ഉപ്പാന്റെ സർവ്വതും പോയി നിൽക്കുക. ഇത് പെട്ടക്കിടക്ക് വരുന്നുണ്ടല്ലോ, ഇങ്ങനെ വിട്ടാ പറ്റിലൊപ്പിച്ചേ. അതെ, നമ്മളൊരു ഐഡിയ ആലോചിക്കുക. എന്തേറ്റു? അതായത് ഇത്തരം സാഹചര്യങ്ങളിൽ പരീക്ഷിച്ച് വിജയിപ്പിച്ച ഒരു ഐഡിയ. നമ്മൾ വെള്ളടിച്ച് വന്നിട്ട് പോക്കർക്കന് 4 പറയാൻ പോവാ. ദാ കള്ളു കുടിച്ച് മിറ്റത്തങ്ങ് കാല് കുത്തിയ കാല് നമ്മൾ വെട്ടിക്കാണു. അത് നമ്മള് കുടിക്കൂല, കുടിച്ച മാതിരി അഭിനയിക്കാ ചെയ്യാ. ഈ നോക്കിക്കോ, ഇത് കഴിഞ്ഞാലേ മൂപ്പര് അപ്പ സ്ഥലം പിടി വിടുന്നു. എല്ലുപ്പച്ചിന്റെ പെർഫോമൻസ് പോലെ ഇരിക്കും. അതെ, ഉപ്പച്ചി നല്ല നടനാണോ അല്ലേന്ന് ഞങ്ങൾക്ക് അറിയും ചെയ്യാം. നിങ്ങൾ നോക്കിക്കോളി, ഇത് ഞമ്മള് പൊളിച്ചടക്കും. ഓവറാക്കി കൊളാക്കത് നമ്മളെ മൈരി അഭിനയിച്ച് പൊളിച്ചടിക്കാൻ ഞാനൊന്ന് മതി. കാണിച്ചിറങ്ങേക്ക് ആ, റിഹേഴ്സൽ കാണിച്ചു റിഹേഴ്സൽ കാണിച്ച്. അപ്പൊ ഞാൻ കള്ളുടിച്ച് വരും കേട്ടോ. ഒരാട്ടം വേണ്ട, ഇങ്ങനെ മുന്നോട്ടും കുറച്ചുകൂടി വേണോ അല്ലേ? ആടണോ? ആ റിസ്പോൺ കാണിച്ചു കൊടുക്ക്, കാണിച്ചു കൊടുക്ക്. അല്ല, അങ്ങനെ അങ്ങനെ ഈ ടൗസർ ഇട്ടാ എനിക്ക് മുന്നിൽ ഇങ്ങനെ പിടിക്കണ്ടേ? ആ മുണ്ട് ഇവിടെ കുത്തണം മേലെ. ആ ആ ആ ആരടാ ഇവിടെ? ഞമ്മളോണ്ട കളി. ഒരു ബീപ്പിന്റെ മോനെയും ഈ എമ്മറ്റി മുസക്ക് പേടില്ലടാ. ആരടാ ഇവിടെ? ആരടാ ഇവിടെ? ഞമ്മളോണ്ട കളി. ഒരു ബീപ്പിന്റെ മോനെയും ഈ എമ്മറ്റി മുസക്ക് പേടില്ലടാ. ആരടാ ഇവിടെ? ബീപ്പിന്റെ മോനെ. ബീപ്പോ? അല്ല, ഈ തെറിക്ക് പകരം പറയുന്നതാ. വെള്ളം അടിച്ച ഉപ്പിച്ച് ഇങ്ങനെയാ, ഭൂലോക കച്ചറയാന്ന് അടി. ഈയിടെയായിട്ട് വെള്ളം അടിച്ചില്ലെങ്കിലും ഇങ്ങനെ തന്നെ. ആരാണ്ട് ഇവിടെ സംസാരിക്കണത്? ആരാണ്ട് ഇവിടെ? മോനെ മൂസ, ഇത് ഞമ്മളാ, അന്റെ പോക്കർക്കാ. ഒരു പോക്കൊക്കെ വന്നിക്കണ്. എടാ ബീപ്പിന്റെ മോനെ, അനക്ക് നാണല്ലേടാ? മിസ്റ്റർ പോക്കർക്ക, നിങ്ങക്ക് പെരേന്ന് പോയിക്കൂടെ? അല്ല ഞമ്മള്, ഏ- അല്ല ഞമ്മള്. ഏറെ ഞമ്മള് മിണ്ടരുത്. അനക്ക് നാണല്ലേല്ലോ ഈ വീട്ടിലെങ്ങനെ കഴിഞ്ഞുകൂടി നക്കി തിന്ന് ജീവിക്കാൻ? ഇതാ മൂസക്കാരിയെ വേണ്ട. പ്രായത്തിന് മൂത്തോലോടാട്ടോ നിങ്ങൾ ഇങ്ങനെ പറയണേ. കള്ളു കുടിച്ച് അങ്ങനെ പള്ളേ ഈ കെടുക്കണം. മിണ്ടരുത്. ഇങ്ങോട്ട് ഇറങ്ങി വാടി, ഇങ്ങോട്ട് ഇറങ്ങി വാടി ബീപ്പിന്റെ മോളെ. ഒന്നും ചെയ്യണ്ട. ആരാണ്ടാ മൂസനോട് കളിക്കാൻ? ഓൻ എന്താ പത്തു ഒന്നും പറയേണ്ട പോക്കർക്കായി പൊളിച്ച തെറി. ഇന്നേ പറഞ്ഞിക്കണേ, ഇങ്ങളെ പറഞ്ഞിക്കണേ. ഇതാണ്ടാ കിളവ അവിടെ കിടന്ന് പരിങ്ങണ്. എടാ മൂസ ചെറ്റാണ്, പറിച്ചറ്റാ. അത് ഞമ്മക്ക് മനസ്സിലായി. ഹലോ, അത് മതി. മദ്യപാനം ഒന്നിനൊരു പരിഹാരമല്ല മോനെ. അത് നിങ്ങളെല്ലാം തീരുമാനിക്കുന്നുണ്ട്. ഞമ്മളാ ഈ എമ്മറ്റി മൂസ. അണ്ടർസ്റ്റാൻഡ്? ഞമ്മക്ക് മതിയായി. ഞമ്മള് പോയി കിടക്കട്ടെ. ഓ പാത്തു, യോനിച്ചിരി മോരും വെള്ളം കൊടുക്കും. കേട്ടൊന്നടങ്ങട്ടെ. ഞാൻ ആരാന്നറിയില്ല എനിക്ക്. ഞാൻ ആരാന്ന് എനിക്കെന്നെ അറിയില്ല. എന്തിനാണ് നിങ്ങക്ക്? ആ മതി ഓവറാക്കണ്ട. സംഭവേറ്റ് നാളെ നേരം വെളുക്കുമ്പോഴേക്കും മൂപ്പര് ഇവിടുത്തെ സ്ഥലം വിടൂ. അല്ല, എങ്ങനെ ഉപ്പാന്റെ അഭിനയം? അല്ല, ലേശം ഒന്ന് ഓവറായിട്ട്. എന്താന്നറിയോ, ഈ വെള്ളം അടിച്ചു കഴിഞ്ഞാ കുറച്ച് ഓവർ ആവും. അതാണ് ഈ അഭിനയം. നമ്മള് സിനിമയിൽ അഭിനയിച്ചാണ്ടല്ലോ, മികച്ച നടനുള്ള ഓസ്കാർ അവാർഡ് നമുക്ക് കിട്ടി. പറഞ്ഞ കുറച്ച് ഓവറായി പോയി. എന്താണെങ്കിലും നിങ്ങളൊന്ന് ഊതി
പല്ലു തേച്ചില്ല തോന്നി രാവിലെ പല്ലൊക്കെ മണക്കണേ. തേച്ചിട്ട് പോടി അവിടുന്ന്. ബാ, ബാ, ബാ. നടന്നോളൂ ഉമ്മച്ചി. അത് പിന്നെ കൃത്യത്തിന് വന്നോളൂ. അല്ലാ റബ്ബേ. ആതിഥ്യ മര്യാദയിൽ ഇന്ത്യ ലോകത്തിന് മാതൃകയാണെന്ന് കേന്ദ്ര ടൂറിസം മന്ത്രി. ടൂറ് വരുന്നവരെ സ്വീകരിക്കുന്നതിനെ കുറിച്ചല്ലേ മന്ത്രി പറഞ്ഞത്. വിരുന്ന് വന്നിട്ട് ഒരേന്ന് വിട്ടുപോകാത്തൊരു കാരണം ഉണ്ടാവുന്ന പൊല്ലാപ്പുകള് മന്ത്രിക്ക് അറിഞ്ഞൂടല്ലോ. മൂസ ഇന്നലെ ഈ ലേശം ഓവറായിപ്പോയില്ലേ? ആ ലേശോവറായി പോയി. എന്തൊക്കെയാണോ ഈ ഇന്നലെ വിളിച്ചു പറഞ്ഞു? എന്താ ഞമ്മക്ക് ഓർമ്മയില്ല. അനക്കോർമ്മ ഉണ്ടാവൂല. അതിരിക്കട്ടെ, എന്ത് സാധന ഈ വലിച്ചു കുടിച്ചേ? വല്ല കടുവട്ട് റമ്മുമായിരിക്കും. എടോ, കുടിക്കുമ്പോ അത്യാവശ്യം സ്റ്റാൻഡേർഡുള്ള സാധനം വേണം അടിക്കേ. അല്ല അതുപോട്ട് ഇനിയും അടിക്കുന്നുണ്ടോ? ആ ചെലപ്പോ അടിച്ചെന്നിരിക്കും. എന്തേ അങ്ങനെയാണെ ഞമ്മളും കൂടാ. വല്ലപ്പോഴും രണ്ടെണ്ണം അടിച്ചില്ലെങ്കിൽ എന്തെന്നാ ഒരു രസം. അപ്പൊ നിങ്ങള് കുടിക്കോ? വല്ലപ്പോഴും. അപ്പോ നിങ്ങളെ ഞമ്മള് ചീത്തറിഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യമൊന്നുമില്ല? അതിന് ഇയല്ലല്ലോ ചീത്ത അറിഞ്ഞു. എന്റെ പള്ളേ കിടന്ന മദ്യല്ലേ. വൈകിട്ട് ഞമ്മക്ക് രണ്ടാക്കും ഒരുമിച്ചിരുന്ന് അടിക്കാം. കൂടുതൽ കടുമ്പിട്ട് സാധനം ഒന്നും വേണ്ട, നല്ല സാധനം മതി. കൂതറ അടിക്കുമ്പോഴാ ഞമ്മളും കൂതറയാവുന്നത്. ഞമ്മ കടിച്ച് പൊളിക്കണ്ടോ? പാത്ത് ചായം കടിയായിക്കമളെ. എന്റെ പടച്ചോനെ, ഇത് ഇവിടെ കൊണ്ടൊന്നും തീരൂലല്ലോ. അപ്പൊ ഈ പോക്കരിക്ക പോണില്ല, അതാണ് പ്രശ്നം. അതെ, നിങ്ങളെ വാർഡിലെ ഒരു പൗരന്റെ കുടുംബ പ്രശ്ന പഞ്ചായത്തിന്റെ തന്നെ ഒരു പ്രശ്നമായി കണ്ട് പരിഹരിക്കേണ്ട ചുമതല മെമ്പറിന്റെ. ഞാനിപ്പോ എന്താ ചെയ്യണ്ട്? വേറൊരു പഞ്ചായത്ത് താമസിക്കുന്ന ആളോട് ഈ പഞ്ചായത്ത് താമസിക്കേണ്ടെന്ന് പറയാൻ പറ്റൂലല്ലോ. നിങ്ങളൊരു രാഷ്ട്രീയക്കാരനല്ലേ. ഈ കുനിഷ്ട ബുദ്ധിക്ക് നിങ്ങളെ കഴിഞ്ഞിട്ടല്ലേ ആൾക്കാരുള്ളൂ. അതാ നിങ്ങളോട് ചോദിച്ചേ. അതൊക്കെ ശരി തന്നെ, പക്ഷെ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കുന്ന ഞാൻ ആലോചിക്കുന്നത്. പാർട്ടിയിലെ വലിയ നേതാക്കന്മാരെ നിങ്ങൾ പുകച്ച് പുറത്തടിക്കല്ലേ, പിന്നെയാണ് പാവം പോക്കർക്ക. പാവാണ്, മൂസാന്റെ വീട്ടിൽ തന്നെ കട്ടെ. എന്റെ പൊന്നു മെമ്പറെ, നമ്മൾ പിച്ചക്കാരനായി പോകും. സംശയം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോക്കർക്ക എന്ന് പറഞ്ഞ സാധനത്തിനെ 2 ദിവസം നിങ്ങളെ പെരയിലൊന്ന് താമസിപ്പിച്ചു നോക്കി, അപ്പൊ അറിയാം വിവരം. അല്ലല്ല, അങ്ങനെ ഒരു പരീക്ഷണത്തിന് ആവശ്യമൊന്നുമില്ല. എന്നാ പിന്നെ വേറെ എന്തെങ്കിലും ഐഡിയ ആലോചിക്കുക. ഞാനൊരു നമ്പർ ഇട്ടോക്കാം. ഏത് നമ്പർ? അതൊക്കെ ഉണ്ട്. ഞാൻ പുരയിലേക്ക് വരാം. ഞാൻ പറയുന്നത് കേട്ട് മൂസ അനുസരിച്ചാ മാത്രം മതി, കാര്യം നടക്കും. ഓ അതിനെന്താ, നമ്മ പുരയിലേക്ക് വാ. കാര്യങ്ങളൊക്കെ ഞാൻ പോണ വഴിക്ക് വിശദമായിട്ട് ആ പറഞ്ഞുതരാം. പറയാം. എന്നാ മെമ്പർ വണ്ടി കയറി. ഈ വണ്ടിയില്ല. ഇനെന്താ കുഴപ്പോ? നിങ്ങൾ വെറും മെമ്പറല്ലേ, MLA വരെ കയറി വണ്ടിയാണിത്. കയറി നിങ്ങള്. അതിന്റെ പവർ നമ്മൾ കാണിച്ചു തരാം. ആ വിട്ടോ. ആകെ പ്രശ്നമായി പാത്തു. പ്രശ്നം മെമ്പറെ, കാര്യം പറയുങ്ങൾ. അതായത് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൊരങ്ങുപനി പരിശോധന ക്യാമ്പ് ഉണ്ടായിരുന്നു. അതിന്റെ റിസൾട്ട് വന്നു. മൂസയ്ക്ക് കൊരങ്ങുപനി. ആ ഇന്ന് രാവിലെ എന്റെ മോന്ത കണ്ടപ്പോഴേ ഞമ്മക്ക് തോന്നിക്കണ് അനക്ക് പനിയുണ്ട്. ഇനി നമ്മൾ എന്താക്കും മൂസക്കായെ? സാരല്ല, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഇത് പകരുന്ന രോഗല്ലേ? അതെ, അതാണല്ലോ പ്രശ്നം. മാത്രല്ല, മൂസാന്റെ ഹീമോഗ്ലോബിന്റെ അളവ് കണ്ടമാനം കൂടിയിട്ടുണ്ട്. തലച്ചോറിന്റെ ചപ്ലാങ്കാട്ടന്റെ അകത്ത് നഴ്സിന്റെ പാറ്റേൺസിൽ മുഴുവൻ ഇന്റലിജൻസ് ഡിസീസ് പിടിപെട്ടിരിക്കുക. എന്തേത്ത്? വിജിലൻസോ? അല്ല, വളരെ വേഗം പകരുന്ന ഒരു രോഗമാണല്ലോ. അതുകൊണ്ട് ഈ പൊരന്ന് എല്ലാരും മാറണം. മൂസനെ ആസ്പത്രിയിലാക്കണം. ആസ്പത്രിയിൽ കൂടി ആരെയും നിർത്തൂല. കാരണം ഓർക്ക് രോഗം പകരല്ലോ. മാത്രല്ല, കുറച്ച് ദിവസം എല്ലാരും ഈ പൊരേന്നൊന്ന് മാറി നിൽക്കണം. മൂസേന്റെ ശരീരത്തിൽ കയറിയ അണുക്കള് നിങ്ങളെ ശരീരത്തിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. ഐറ്റിങ്ങൾ ഇതിലൂടെ ഇങ്ങനെ കറങ്ങി നടക്കൂ. പത്തുവോ ഇയും കുട്ടികളും നരിക്കുനിക്ക് പോയിക്കോ. നമ്മൾ ആശുപത്രിയിലേക്ക് പോവുക. പോക്കർക്കും പോയിക്കോളി, അതാ നല്ലത്. അണുക്കൾ ഇവിടെയൊക്കെ ഉണ്ടാവേ, കാലിന്റെ ഒട്ടിലൊക്കെ ഉണ്ടാവും. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. താവു സമാധാനായി. എന്ത്? അല്ല, എല്ലാരും പോയാലേ ആർക്കും ഈ രോഗം വരില്ലല്ലോ, അപ്പൊ സമാധാനായി എന്ന് പറയാ. എന്നാ പിന്നെ താമസിക്കണ്ട, എല്ലാരും പാക്ക് ചെയ്ത് ഇറങ്ങിക്കോളും. ചെല്ലു പത്തു. അടിച്ചു പൊളിയായിരുന്നു ഉപ്പച്ചിങ്ങൾ ഐഡിയ. ഉഷാറായിരിക്കുന്നു. പോക്കർക്ക് പോയിന്നുള്ള കാര്യം ഉറപ്പല്ലേ? ആണുപ്പച്ചേ, ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറുന്ന ഞാൻ കണ്ടല്ലേ. സൂക്കേട് വരുന്ന അർത്ഥപ്പെടുത്തി
അപ്പോഴത്തേക്കും സൽമിട്ടാളി എന്തായാലും മെമ്പർ ബുദ്ധി വലിച്ചിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം മെമ്പറിനെ തന്നെ വോട്ട് ചെയ്ത് ജയിപ്പിക്കണം. പിന്നല്ലാണ്ട് ആ വേ നടന്നൂട്. ഇല്ലെങ്കിൽ നമുക്ക് പെരെ പോട്ടും സമാധാനമായിട്ട് കുത്തിരിക്കണ്ടേ? എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കണക്ക് നല്ലോണം തിന്നാൻ മതി. ഓക്കോ എന്തായി പത്ത്. മേരി അല്ല നിങ്ങൾ പോയില്ല? എല്ലാരും കൂടി പെരയും പൂട്ടി പോയാ പെര നോക്കിയാൻ ആരെയും വേണ്ടേ? അന്ന് പെങ്ങളെ കൊരങ്ങു പനീന്റെ കീടാനും ആക്രമിക്കൂലേ? ഇനി കളവനെ കീടാനും ആക്രമിച്ചാലെന്ത്, ആക്രമിച്ചില്ലേലെന്ത്? എനിക്കൊരു കീടാനൂനെയും പേടിയില്ല. അല്ല നിങ്ങളിപ്പോ എന്താ തിരിച്ചു പോന്നത്? അല്ല അത് ആശുപത്രി പോയിട്ട് പരിശോധിച്ചപ്പോഴേ നമുക്ക് കുരങ്ങുമഞ്ഞിൽ ലക്ഷണങ്ങളൊന്നുമില്ല, ധൈര്യമായിട്ട് പൊയ്ക്കോളിന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പ എനിക്ക് സമാധാനായില്ലേ? ഈ ധൈര്യമായിട്ടിരിക്കും മൂസേ. ഉള്ള സമാധാനം പോയി കിടക്കുക. എന്തേ? ഏയ് ഒന്നുമില്ല. എന്നാ മുറ്റത്ത് കുറ്റിയടിച്ച പോലെ ഇരിക്കാണ്ട് എല്ലാരും കേറി വരി. അങ്ങനെ ബീച്ച് നിക്കണേ, കേറി പോരി. പണ്ടാരൊക്കെ ഒരു സൂക്കുണ്ടേ ഇങ്ങനെയുണ്ടോ മച്ചന്മാർ? ഇതെന്ന് ഞമ്മക്കൊരു കാര്യം മനസ്സിലായി. എന്ത് കിണറ്റിലോക്കി നിന്നിട്ടോ? അല്ല ഞമ്മള് പോക്കർക്കാനെ പുകച്ച് പുറത്തടിക്കാൻ നോക്കിയിട്ട് ഞമ്മളുള്ള സമാധാനം പോയി പോക്കർക്കറ്റ പുറത്തായതുമില്ല. നമ്മൾ എന്തെല്ലാം അടവുകൾ പയറ്റി ഒന്നും അങ്ങോട്ട് ഏൽക്കണില്ല. ഇനി ഒരൊറ്റ മാർഗമുള്ളൂ. ഈ മാർഗം സ്വീകരിച്ചാല് ഞമ്മക്കും സമാധാനം കിട്ടും, പോക്കർക്കും സമാധാനം കിട്ടും. നിങ്ങള് കാര്യം പറയേ. അതായത് ഞമ്മൾ പോക്കർക്കാനെ ഞമ്മക്ക് പറ്റും പോലെ നോക്കുക. അതേ പറ്റൂ. ഞമ്മള് ചെയ്തതൊക്കെ പൊട്ടത്തരങ്ങളാ, മനുഷ്യത്തില്ലായ്മ. സന്തോഷത്തോടെ പോക്കർക്കാനെ നോക്കിയാല് ഞമ്മക്കും സന്തോഷാണ്, പോക്കർക്കും സന്തോഷാവും. ആ അതെ അതെ, ഇത് നമ്മൾ വെറുതെ ടെൻഷൻ അടിച്ച് ചാവും ചെയ്യും, പോക്കർക്കൊക്കെ ഇട്ട് സന്തോഷം കൊടുക്കാനും ആവൂല. ഉപ്പച്ചേ നിങ്ങൾ പറഞ്ഞാണ് അതിന്റെ ശരി. വാ നടക്കും വരും. വാ അമ്മച്ചിയെ. അതാണ് അതിന്റെ ഒരു ശരി. ഇതെങ്ങോട്ടത്? ഞാൻ പോവുക മൂസേ. എന്തേ? ഒന്നുമില്ല, ഞമ്മൾ ഇങ്ങക്കല്ല ഒരു ബുദ്ധിമുട്ടാണോ എന്നൊരു തോന്നല്. ആരോട് ചോദിച്ചിട്ട് അപ്പോക്കേർക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കണേ? മര്യാദക്ക് വേഗം ആത്തൊക്കെ കൊണ്ടുവച്ച് പൊരയിലേക്ക് കയറി. അതെ, ഞമ്മള് പറയാനോട്ട് കേട്ടാ മതി. വയസ്സായി കഴിഞ്ഞാ പിന്നെ ആരും നോക്കാനുണ്ടാവൂല. ഞമ്മളെ കാര്യം ഏതാണ്ട് അങ്ങനെ. അതാ ഞമ്മൾ എന്റെ അടുത്തേക്ക് ഓടി വരുന്നത്. ഞമ്മൾ ഒരാൾക്ക് ബുദ്ധിമുട്ടാവുന്നത് എനിക്ക് ഇഷ്ടല്ല. ആര് പറഞ്ഞു നിങ്ങൾ ബുദ്ധിമുട്ടാണ്? ഇനി അങ്ങനെ പോക്കർക്ക് തോന്നിയാല് നിങ്ങൾ അങ്ങോട്ട് ക്ഷമിക്ക്. പോക്കർക്ക് വന്നതിന്റെ ആഘോഷം തുടങ്ങാൻ പോണുള്ളൂ. പാത്തുവോ വെക്കടി ബിരിയാണി. പോക്കർക്ക അഗൈൻ വെൽക്കം ടു അവർ ഹോം. കറക്റ്റ് അല്ലേ മക്കളെ? അതിഥി ദേവോ ഭവ.